ഇത് നാട്ടിലെ ചേട്ടൻ ഷെരീഫ് ഉണ്ട്. അപ്പോൾ ആള് കാരണമാണ് ക്രിക്കറ്റ് തുടങ്ങിയത്. ആളെ പറഞ്ഞതുപോലെ എറണാകുളം ഉണ്ടാവുന്നു. അപ്പോൾ തുടങ്ങുന്ന ടൈമിൽ അറിയുന്നില്ല, അത് ചൈനമേനാന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. രാജ്യത്തിനു മുമ്പിൽ ലോകത്തിനു മുമ്പിൽ മിന്നും പോരാട്ടം കാഴ്ചവെച്ച വിഘ്നേഷിന്റെ കുടുംബത്തിന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിരുന്നത് തൊട്ട് അയൽക്കാരനായ ഷെരീഫ് എന്ന ചെറുപ്പക്കാരനാണ്. അവര് കളിക്കാൻ പോയിട്ടുണ്ട് ഷെരീഫിന്റെ കൂടെ. അപ്പൊ പിന്നെ അങ്ങനെ പെരുന്തമണ്ണ അങ്ങനെ വിജയൻ സാറുണ്ട്, അവരെ ക്യാമ്പിലൊന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടാക്കി. അപ്പോൾ എന്റെ അയൽവക്കത്തെ ഒരു കുട്ടിയുണ്ട്, വിഘ്നേഷാണ്. പിന്നെ നല്ലോണം ഇൻട്രസ്റ്റഡ് ആണ്, കളിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. വിഘ്നേഷ് പുത്തൂരും വിഘ്നേഷിന്റെ കുടുംബവും എല്ലാം പറഞ്ഞത് വിഘ്നേഷിനെ കളി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ഷെരീഫ് എന്ന വ്യക്തിയാണെന്നാണ്. ആ ഷെരീഫിനെ തിരഞ്ഞാണ് നമ്മൾ കോട്ടയ്ക്കൽ കുഴിപ്പറയിലെത്തിയത്. അദ്ദേഹം ഷെരീഫ് മുസ്ലിയാരാണ്. ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരു ക്യാമ്പിൽ പോയിരുന്നു. വിജയൻ സാറിന്റെ ഒരു ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കളി സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ഒരു സമയത്ത്, അതായത് കൃത്യമായ ശൈലികളും കറ്റുമൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ നാട്ടിലും ഇതുപോലെ ചെക്കന്മാരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവനവിടെ വരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇവന്റെ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചെടുക്കുന്ന സാധനം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രണ്ടിലൊരു ബോൾ വന്നാൽ അത് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ, ബാക്കിലൊരു ബോൾ വന്നാൽ അത് വലതുകാലം ബാക്കിലോട്ട് വെച്ച് നമ്മളെങ്ങനെയാണോ പഠിച്ചത് അത് ഇവന്റെ ആരും പഠിപ്പിക്കാതെ നാച്ചുറൽ ഗെയിം അവനിലുണ്ട്. അപ്പോൾ ഞാൻ ഇവനായിട്ട് പരിചയപ്പെട്ടു, അടുത്തു. അങ്ങനെ ഞാൻ വിജയൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നല്ല ടാലന്റഡ് ആണ്, വീട്ടിലൊക്കെ സംസാരിച്ചാലേ നമുക്ക് ചിലപ്പോൾ നല്ലൊരു കുട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോടും ഇവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവനെ പിന്നെ പതിയെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ഈ അവസരങ്ങൾ കിട്ടി, അതുകൂടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് വിഘ്നേഷിന് ഉയരാൻ കഴിയുമല്ലോ. താങ്കൾക്ക് അറിയാം ക്രിക്കറ്റിനെ കുറിച്ച്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, തീർച്ചയായും. അവന് IPL എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകിച്ച് അതെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ബെനഫിറ്റ് അവനക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഷെരീഫ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടുകൂടി വളരെ നന്മയുള്ള ഒരാളാണ്. അത് വിഘ്നേഷിന്റെ കുടുംബത്തിന്റെ വാക്കുകളിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. മലപ്പുറത്തു നിന്നും S. മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.